ബെഞ്ചമിൻ നെതന്യാഹുവിനും യോവ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ഹമാസ് നേതാവ് മുഹമ്മദ് ദിഫീനും ICC വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ICC നടപടിയെ ഇസ്രായേൽ രൂക്ഷമായി വിമർശിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വാറണ്ട്. ഹമാസ് നേതാവ് മുഹമ്മദ് ദീഫിനും ICC വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 3 പേർക്കും ആക്രമണങ്ങൾ തുടങ്ങിവെച്ച സാഹചര്യത്തിൽ ക്രിമിനൽ ബാധ്യതകളുണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം. 3 വ്യക്തികളും ഉൾപ്പെട്ടിരിക്കുന്ന യുദ്ധകുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യണമെന്നും ICC നിരീക്ഷിക്കുന്നു. എന്നാൽ ഹമാസ് നേതാവ് മുഹമ്മദ് ദീഫ് ജൂലൈയിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളായ യഹിയ സിൻവറും ഇസ്മയിൽ ഹനിയയും വാറണ്ട് അയച്ചവരുടെ പട്ടികയിലുണ്ട്. ഭീകരതയെ നിയന്ത്രിക്കാനുള്ള ആക്രമണമാണ് നടന്നതെന്ന വിശദീകരണം ഇസ്രായേൽ കോടതിയിൽ നൽകിയിരുന്നു. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, ഇസ്രായേൽ പാർലമെന്റ് അധ്യക്ഷൻ തുടങ്ങിയവർ വാറണ്ട് അയച്ച നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. നീതിന്യായ വ്യവസ്ഥയ്ക്കും മനുഷ്യത്വത്തിനും ഇന്ന് കറുത്ത ദിനം എന്നാണ് ഐസക്കിന്റെ വിമർശനം. ഹമാസ് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന 101 ബന്ദികളുടെ കാര്യം കോടതി പരിഗണിക്കുന്നില്ലെന്നും ശക്തമായ വിമർശനം ഇസ്രായേൽ ഉയർത്തുന്നു. 1894 ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥനായ യഹൂദ വിശ്വാസി ആൽഫ്രഡ് ഡിഫ്രസിനെ അകാരണമായി ശിക്ഷിച്ച സംഭവവുമായി താരതമ്യപ്പെടുത്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു വാറണ്ടിനെ വിമർശിച്ചത്. അതേസമയം നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് ഹമാസ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.